ടണ്ടടേ! ഇനി മോച്ചി കഴിക്കാൻ കഷ്ടപ്പെട്ട് ജപ്പാൻ വരെ ഒന്നും പോണ്ട കേട്ടാ. നമ്മുടെ കാനഡയിലും കിട്ടടോ ഈ മോച്ചിയൊക്കെ. ഇതെനിക്കറിയില്ലായിരുന്നു കേട്ടോ. എൻ്റെ ഫ്രണ്ട് സോണിമയാണ് എനിക്ക് ഫസ്റ്റ് ഇത് വാങ്ങിത്തരണേ. ഗ്രീൻ ടീയുടെ ഫ്ലേവറും പിന്നെ വാനില ഫ്ലേവറാണ് വാങ്ങിത്തന്നത്. ഇത് സ്ട്രോബെറിയാണ്. ഞങ്ങൾ നോഫ്രിൽസിൽ പോയപ്പോൾ PC ബ്രാൻഡിൻ്റെ ആട്ടാ. എൻ്റെ മാതാവേ, ഞാനിത് തുറന്ന് കാണിച്ചു തരാം. പക്ഷെ തുറക്കുമ്പോൾ നിങ്ങൾ ഞെട്ടും. ബിക്കോസ് കണ്ടു, കാരണം ഞാൻ ആദ്യമേ അതിൽ നിന്ന് 3 തട്ടിയായിരുന്നു. അത് കഴിഞ്ഞപ്പോഴാണ് ഓർത്തേ, ഇത് വീഡിയോ കാണിച്ച് നിങ്ങൾക്കും കൂടി കാണിച്ചു തരാം. ബിക്കോസ് ഇത് വെറുത്തിട്ടാണ്. ഭയങ്കര രസമാണ്. ഇങ്ങനെ തൊടുമ്പോൾ ഇങ്ങനെ പ്ലിങ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കൊഴിഞ്ഞു പോകും. ഇങ്ങനെ നല്ല ജിഗ്ലി നല്ല തുമ്പിള് പോലെ ഇരിക്കണേ. അപ്പോൾ ഇത് വാങ്ങുമ്പോൾ കടകളിൽ ഇത് ഫ്രീസറിലാണല്ലോ ഇരിക്കുക. അപ്പോൾ ഇത് കൊണ്ടുവന്നിട്ട് നമ്മൾ കഴിക്കുന്നതിന് ഒരു 20-25 മിനിറ്റ്സ് നിങ്ങൾ പുറത്ത് വയ്ക്കുക. എന്നിട്ട് അതിങ്ങനെ എടുത്തിട്ട് അതിങ്ങനെ വലിച്ച് നോക്കുമ്പോൾ ഉണ്ടല്ല, അയ്യോ സത്യം പറയാലോ, ഇത്രയും ഒരു സോഫ്റ്റ് വളരെ ക്യൂട്ടായിട്ടുള്ളൊരു സാധനം ഐസ്ക്രീം പോലത്തെ ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല. ഇത് ഭയങ്കര മധുരമൊന്നുമില്ല, നല്ല ആവശ്യത്തിനുള്ളൊരു മധുരമുള്ള, നമ്മൾ വെറുപ്പിക്കില്ല. ഭയങ്കര സ്വീറ്റ്സ് ക്രേവിങ്സ് ഉള്ളവർക്കും എന്നാൽ ഒരുപാട് മധുരം വേണ്ട എന്ന് തോന്നുന്നവർക്കും ഐസ്ക്രീം ഒടുക്കത്തെ ഇഷ്ടമുള്ളവർക്കും ഒരു മസ്റ്റ് ട്രൈ ആയിട്ടാണ് മോച്ചി. ഇതിനു മുമ്പ് ഞാൻ യുക്കിമി എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ആട്ടം നമ്മൾ കഴിച്ചായിരുന്നത്. ഇത് നമ്മുടെ പ്രസിഡൻറ്റ് ചോയ്സ് PCയുടെ ആണ്. സ്ട്രോബെറി ഫ്ലേവർ ആയിരുന്നു. ട്രസ്റ്റ് മീ, നിങ്ങൾ ഒരു വട്ടം കഴിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ആ പാക്കറ്റ് തീരണ വരെ ഗ്ലിങ് എന്ന് പറഞ്ഞിട്ട് അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഭയങ്കര സോഫ്റ്റഡോ. അപ്പോൾ ഇതാരെങ്കിലും കഴിച്ചിട്ടുണ്ടോ ഇതിനു മുമ്പ്?